നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാലുകെട്ടി പിണറായി ആകാശത്തേക്ക് പറത്തിവിട്ട ഒരു പ്രാവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. കെ ശൈലജയെ അന്ന് വടകരയിലിട്ട് ആദ്യമൊന്ന് തീർത്തു. പിന്നീടിപ്പോൾ പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് പേരാവൂരിൽ തോറ്റാൽ കെ ശൈലജയുടെ രാഷ്ട്രീയ ജീവിതം അവിടെ തീരും. 2006 പേരാവൂരിൽ മത്സരിച്ച് മണ്ഡലം പിടിച്ചെടുത്തതാണ്. അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അറിയാം ഇക്കുറി വിജയിക്കുമെന്നത് കെ ശൈലജയുടെ ആത്മവിശ്വാസം. എന്നാൽ പേരാവൂരിൽ തോറ്റാൽ ശൈലജ തീർന്നു. പേരാവൂരിൽ തോറ്റാൽ കെ ശൈലജയുടെ ദുർഗാവതാരമാകും ഒരുപക്ഷെ കേരളം കാണുക. പിണറായി നിഗ്രഹത്തിന് കെ ശൈലജ കട്ടയ്ക്കിറക്കുമോ എന്ന് CPMലെ പാർട്ടി നേതാക്കൾ പോലും ഉറ്റുനോക്കുന്നു. കണ്ണൂരിലെ CPM നേതാക്കൾക്ക് ഇപ്പോഴും പിണറായി വിജയനെ ഭയമാണ്. അതുകൊണ്ടാണ് P. ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും വാ പൂട്ടിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പതനത്തിന് ശേഷം ആഘോഷിക്കാൻ ഉറച്ചു നിൽക്കുകയാണ് ഇവരൊക്കെ. പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയാൽ പാർട്ടി പിണറായിയുടെ മേൽ ആധിപത്യം പുലർത്തും. പാർട്ടിയെ പിണറായിയുടെ ദേഹത്തു നിന്ന് അവർ ആവാഹിച്ചെടുക്കും. അതിനുള്ള ദുർഗാവതാരമായി കെ ശൈലജ മാറും, അഥവാ പാർട്ടി നേതാക്കൾ അവരെ അങ്ങനെ മാറ്റും. 2016 ഒരു ഓർമ്മപ്പെടുത്തൽ. നവകേരള മാർച്ചിൻ്റെ സമാപന സമ്മേളനത്തിൽ ഒരു പ്രാവിനെ പിണറായി വിജയൻ ആകാശത്തേക്ക് പറത്തിവിടുന്നു. എന്നാൽ ആകാശത്തേക്കല്ല, നേരെ താഴേക്കാണ് പ്രാവ് പതിച്ചത്. സ്റ്റേജിലെത്തിയ ചില കുട്ടികളാണ് പ്രാവിനെ പിണറായി വിജയന് നൽകിയത്. പിന്നീട് പാർട്ടി ഇതിലൊരു വിശദീകരണ കുറിപ്പിറക്കി. പ്രാവിൻ്റെ കാലുകൾ കെട്ടിയിരുന്നു. സമാധാനത്തിൻ്റെ ചിഹ്നമായ വെള്ളരിപ്രാവിനെ കുട്ടികൾ നൽകി. പ്രാവിനെ പറത്തിവിടാമെന്ന് കരുതി പിണറായി വിജയൻ അതിനെ മുകളിലേക്ക് ഉയർത്തിവിട്ടു. എന്നാൽ മുകളിലേക്ക് പറക്കുന്നതിന് പകരം പ്രാവ് നേരെ താഴേക്ക് പതിച്ചു. തൊട്ടടുത്ത് നിന്ന് പറക്ക് പ്രാവേ പറക്ക് പ്രാവേ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആംഗ്യം കാണിച്ചിരുന്നു. അപ്പോൾ സ്റ്റേജിലുണ്ടായിരുന്ന നേതാക്കൾക്ക് കാര്യം പിടികിട്ടി. പ്രാവിൻ്റെ കാല് കെട്ടിയിരിക്കുന്നു. സ്റ്റേജിലുണ്ടായിരുന്ന ഒരു പ്രവർത്തകൻ പ്രാവിനെ എടുത്ത് വീണ്ടും പിണറായിയുടെ അരികിലേക്ക് ചെന്നു. പിണറായി രൂക്ഷത്തോടെ ആ പ്രവർത്തകനെ ഒന്ന് നോക്കി. ഒന്നുകൂടിയ പ്രാവിനെ പറത്താൻ പിണറായി വിജയൻ തയ്യാറായില്ല. അന്നത്തെ ആ പ്രാവ് പറത്തൽ പിണറായി വിജയൻ ഒരു പേര് ചാർത്തി കൊടുത്തു, മാൻഡ്രേക്ക്. പിന്നീട് പല മാൻഡ്രേക്ക് ഇഫക്റ്റുകൾ കേരളത്തിൽ കണ്ടു. എന്നാൽ കലിപൂണ്ട പിണറായി വിജയന് തുടക്കം മുതൽ കെ ശൈലജയോട് അടങ്ങാത്ത പകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ ഓഫീസിന് മുകളിൽ ഒരു പരുന്തും പറക്കില്ല, ഒരു പ്രാവും പറക്കില്ല. അതിന് കെ ശൈലജ എന്ന മാടപ്രാവായാൽ പോലും. മട്ടന്നൂരിൽ നിന്ന് ഒരു പ്രാവ് സെക്രട്ടേറിയറ്റിന് മുകളിൽ ഇരിക്കാനുള്ള ശ്രമം നടത്തി. ആ പ്രാവിൻ്റെ കാലുകെട്ടി അതിനെ വടകരയിലേക്ക് എറിഞ്ഞത് പിണറായി വിജയൻ. അതിനു മുൻപ് തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കാതെ പ്രാവിനെ കൂട്ടിൽ കയറ്റി കുറ്റിയിട്ടതും ഇതേ പിണറായി വിജയൻ. തന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന വീണയെ പിന്നീട് മന്ത്രിയാക്കി മാറ്റിയതും പിണറായി വിജയൻ്റെ ആ പഴയ കലി. കേരളത്തിൽ ദുരന്തമായി ആദ്യം കടന്നു വന്നത് നിപ. ആ വൈറസിനെ കേരളം കീഴടക്കിയപ്പോൾ ടീച്ചറമ്മയെ കേരളം ആർത്ത് വിളിച്ചു. ലോകം ശ്രദ്ധിച്ച ഒരു വനിതാ നേതാവെന്ന നിലയിൽ CPMനുള്ളിൽ കെ ശൈലജ വളർന്നു വരുന്നു. ആരോഗ്യമന്ത്രിയെ ടീച്ചറമ്മയെന്ന് കേരളം അഭിസംബോധന ചെയ്തു. കെ ശൈലജ എന്ന പേര് CPMൻ്റെ AKG സെൻ്ററൊക്കെ കടന്ന് കേരളത്തിൻ്റെ അതിർത്തികൾ പിന്നിട്ട് വിദേശ രാജ്യങ്ങളിൽ വരെ ഖാദിയായി പടർന്നു. അതിന് തൊട്ടു പിന്നാലെ ഓക്കിയും പ്രളയവും എത്തി. പ്രളയം മനുഷ്യനിർമ്മിതമെന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോഴും ഓക്കിയും പ്രളയവും മറ്റൊരു കപ്പിത്താനെ കേരളത്തിന് സമ്മാനിച്ചു. ഓക്കിയും പ്രളയവുമാണ് പിണറായി വിജയൻ എന്ന നേതാവിനെ ജനമനസ്സുകളിൽ കുടിയിരുത്തിയത്. പ്രളയം സർക്കാർ നിർമ്മിതമാണ് എന്ന യാഥാർത്ഥ്യം അന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. വേണ്ട സമയത്ത് കൃത്യമായ മുൻകരുതലുകൾ എടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ പ്രളയം ഒഴിവാക്കാനാകുമായിരുന്നു എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കിയതാണ്. എന്നാൽ അഴിമതി പണത്തിനു വേണ്ടി പ്രളയം സൃഷ്ടിച്ചതായിരുന്നുവെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ അക്ഷരാർത്ഥത്തിൽ ക്യാപ്റ്റൻസി പദവി ടീച്ചറമ്മയിൽ നിന്ന് എങ്ങനെ പിണറായി വിജയൻ വെട്ടിയെടുത്തു എന്നതിൻ്റെ നേർരേഖയും കേരളം തിരിച്ചറിഞ്ഞു. ഒടുവിൽ കോവിഡ് വരുന്നു. 2019 കോവിഡ് കടന്നു വന്നതോടെ കേരളം ഭയചകിതരായി. കെ ശൈലജ തന്നെയായിരുന്നു അവിടെ മാതൃകാ നേതാവാകേണ്ടിയിരുന്നത്, ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടിയിരുന്നത്. എന്നാൽ കെ ശൈലജയുടെ മുന്നിലിരുന്ന മൈക്ക് തട്ടിയെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ചാനൽ ഫ്ലോറുകളിലേക്ക് അന്ന് പിണറായി വിജയൻ കടന്നെത്തി. കുരങ്ങിന് ഭക്ഷണം കൊടുക്കണം, ഈച്ചയ്ക്ക് വെള്ളം കൊടുക്കണം തുടങ്ങി കരുതലിൻ്റെ കപ്പിത്താനായി പിണറായി വിജയൻ ഓരോ കുടുംബങ്ങളിലും ഇടം പിടിച്ചു. കെ ശൈലജ യാദൃശ്ചികമായി വളർന്നു വന്ന ഒരു നേതാവല്ല.
അവർ ഇരുത്തം വന്ന ഒരു നേതാവ് തന്നെയെന്ന് കോവിഡ് കാലത്ത് ജനം തിരിച്ചറിഞ്ഞു. പക്ഷേ ക്യാപ്റ്റൻസി പദവി വിട്ടുകൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. തനിക്ക് മീതെ കെ ശൈലജയുടെ കാതി വളരുന്നത് പിണറായി മനസ്സിലാക്കി. COVID-19 കേരളത്തിലെ ജനങ്ങളെ അറിയിക്കുന്ന പത്രസമ്മേളനങ്ങൾ, ആ പത്രസമ്മേളനങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്ന കാഴ്ച. ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു ഉത്തരവാദിത്വം പിണറായി വിജയൻ നേരിട്ട് ഏറ്റെടുക്കുമ്പോൾ നിശബ്ദയായി മൂകയായി നിൽക്കേണ്ടി വന്നു അന്ന് കെ ശൈലജയ്ക്ക്. പിണറായി വിജയൻ അന്ന് ശൈലജയ്ക്ക് നൽകിയത് കൃത്യമായ സൂചന. തനിക്ക് മീതെ ഒരു പരുന്തും ഒരു പ്രാവും പറക്കില്ല എന്ന സൂചന. പുതിയ സർക്കാർ നിലവിൽ വന്നപ്പോൾ കെ ശൈലജ വിപ്പായി മാറി. പാർട്ടി വിപ്പ് നൽകുന്ന വെറുമൊരു അടയാളം. ഒന്നാം പിണറായി സർക്കാരിൽ ആരായിരുന്നു കെ ശൈലജയെന്ന് പിന്നീട് കേരളം മറന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ ആരോഗ്യമന്ത്രി എന്നായിരുന്നു ഒരിക്കൽ കെ ശൈലജയെക്കുറിച്ച് നമ്മൾ കേട്ടത്. എന്നാൽ അതേ ശൈലജ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ പതിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തൽ പിന്നീട് വന്ന സർക്കാരിലൂടെ കേരളം കേട്ടു. COVID-19 പിടിച്ചു കിട്ടുന്നതിൽ അന്ന് ശൈലജ വിജയിച്ചു. കേരളം നിരന്തരം ദുരന്തങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും അതേ ടീച്ചറമ്മയെ രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് നിഷ്കരണം വെട്ടിമാറ്റി. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലൊരു മന്ത്രിസഭയ്ക്ക് വേറെ ആർക്ക് കഴിയുമെന്ന ചോദ്യമാണ് പിണറായി ഉയർത്തിയത്. അന്ന് ടീച്ചറമ്മയ്ക്ക് പകരം കേരളത്തിൽ അവതരിപ്പിച്ച വീണ ജോർജ് ഒരു പരാജയമായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സുധാകരനെ വെട്ടാൻ ടേം വ്യവസ്ഥ കർശനമാണ് എന്ന് പിണറായിയുടെ പ്രഖ്യാപനം. അന്ന് പ്രായം പറഞ്ഞും സുധാകരനെ അപമാനിച്ചു. ഒടുവിൽ സുധാകരന്റെ വകുപ്പെടുത്ത് നേരെ മരുമകന്. 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും അധികം ഭയപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിൽ ടീച്ചറമ്മ CPMനെ നയിക്കാൻ കടന്നുവരുമോ എന്നാണ്. എന്നാൽ ടീച്ചറമ്മയെ വെട്ടിയൊതുക്കാനുള്ള ശ്രമങ്ങൾ പിണറായി തുടർന്നു. 1987 CPM നടത്താതിരുന്ന ഒരു വിപ്ലവം, KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാതിരുന്ന നാടകം. ശരിക്കും വിപ്ലവമായിരുന്നു കേരളത്തിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ ഇക്കുറി കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് CPM അവതരിപ്പിക്കണമായിരുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യമുയർത്തി പിണറായി വിരുദ്ധതയ്ക്ക് തടയിടാൻ CPMനും ഇടതുപക്ഷത്തിനും സാധിക്കുമായിരുന്നു. കഴിഞ്ഞ ഭരണത്തിൽ കെ ശൈലജയായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ പിണറായി വിജയന്റെ കാതി ഒന്നുകൂടി ഉയർന്നേനെ. സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിലെത്തിയ LDF സർക്കാരിനെ ഏറ്റവുമധികം വേട്ടയാടിയത് സ്ത്രീ പീഡനങ്ങളുടെ കഥകൾ. സ്ത്രീ പീഡകരെ ഒപ്പം നിർത്തിയ ഭരണകൂടമാണ് കേരളം കണ്ടത്. ആ കാലഘട്ടത്തിൽ അന്ന് കേരളത്തിനൊപ്പം കെ ശൈലജ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ CPMനത് ഇരട്ടി കരുത്തായേനെ. നായനാരെ നിയമസഭാ നേതാവായി തെരഞ്ഞെടുത്ത CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് അന്ന് KR ഗൗരിയമ്മ ഇറങ്ങിപ്പോയി. അതേ ആർജവം ഒരു ദുർഗാവതാരമായി കെ ശൈലജ കാട്ടുമോ എന്ന് കേരളം ഉറ്റുനോക്കുന്നു. ഇക്കഴിഞ്ഞ കേരളത്തിൻ്റെ മന്ത്രിസഭയൊന്ന് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. തുടക്കത്തിൽ MV ഗോവിന്ദൻ മുതൽ മുഹമ്മദ് റിയാസ് വരെ നീളുന്ന ഒരു മന്ത്രി പട്ടിക. പിണറായി വിജയനോടുള്ള അടുപ്പവും കൂറും മാത്രമായിരുന്നു മന്ത്രിയാകാനുള്ള മാനദണ്ഡം. പിന്നീട് പിണറായി വിജയൻ ബ്രാൻഡ് എന്ന വേഷപകർച്ചയാണ് കേരളം കണ്ടത്. ക്യാപ്റ്റൻസി കരുത്തൻ, ഇരട്ടച്ചങ്കൻ, മാൻഡ്രേക്ക് തുടങ്ങി പല പേരുകളിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടു പിണറായി വിജയൻ. എതിരാളികൾ അദ്ദേഹത്തെ മാൻഡ്രേക്ക് എന്ന് വിളിച്ച് പരിഹസിച്ചു. തോമസ് ഐസക്കിനെയും P ജയരാജനെയും EP ജയരാജനെയും ഒക്കെ വെട്ടിമാറ്റിയ പിണറായിയുടെ ഇരട്ടച്ചങ്കാണ് അന്ന് CPM നേതാക്കളെ പോലും അമ്പരപ്പിച്ചത്. തുടർഭരണത്തിൻ്റെ ഹുങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി സത്യസന്ധതയോടെ അഭിപ്രായങ്ങൾ പറയാൻ അന്ന് CPM നേതാക്കൾ ഭയപ്പെട്ടു. TP ചന്ദ്രശേഖരൻ എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അന്ന് നേതാക്കളെ ഭയപ്പെടുത്തിയത്. യാതൊരുവിധ അനുഭവ പരിചയവുമില്ലാത്ത പുതുമുഖങ്ങളെ അണിനിർത്തിയുള്ള മന്ത്രിസഭ. പിണറായി വിജയൻ അങ്ങനെ ഏക ക്യാപ്റ്റൻസിയിലേക്ക് കടന്നു വരുന്നു. പിണറായി ബ്രാൻഡ് കേരളത്തിൽ വേരുപിടിക്കുന്നു. അപ്പോഴും മിഴിച്ചു നിൽക്കുന്ന കെ ശൈലജയെ കേരളം കാണുന്നു. CPM എന്ന പാർട്ടിയെ, ഭരണകൂടത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തിയത് പിണറായി വിജയന്റെ വകുപ്പുകൾ. ഒരു പുതിയ മുഖം പാർട്ടി അവതരിപ്പിക്കണമെന്ന വാദം പാർട്ടിയിലെ ചിലർ നിശബ്ദതയോടെ തങ്ങൾക്കിടയിൽ പറഞ്ഞു വരുത്തി. അവരെ നിഷ്കരണം വെട്ടിമാറ്റുകയായിരുന്നു പിന്നീട് പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി ചെയ്തത്. കെ ശൈലജയെ രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ ഒരിക്കൽ നമ്മൾ കേട്ടിരുന്നു.
ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന പിണറായി വിജയന്റെ വിരട്ടാണ് മറുവശത്ത് കേരളം കേട്ടത്. CPM-ന് ഒരൊറ്റ നേതാവേ ഉള്ളൂ, അത് പിണറായി വിജയൻ. അതിനു മുകളിൽ ഒരു ശൈലജയും പറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് KK ശൈലജയെ അവതരിപ്പിച്ച് പരാജയപ്പെടുത്തിയത്. വീണ്ടും മട്ടന്നൂരിൽ മത്സരിക്കാൻ ശൈലജ ആവേശം കൂട്ടി. എന്നാൽ മട്ടന്നൂരിൽ വിജയിച്ചു വരുന്ന ശൈലജ തനിക്ക് തലവേദന ഉണ്ടാക്കുമെന്ന് പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു. ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും KK ശൈലജ നിത്യം തനിക്കൊരു തലവേദനയാകുമെന്ന് പിണറായി വിജയൻ ഉറപ്പ്. അതുകൊണ്ട് പേരാവൂരിലിട്ട് തീർക്കാനുള്ള പദ്ധതി അങ്ങനെ CPM മെനഞ്ഞു. അതുതന്നെയാണ് കേരളം കാണുന്നത്. ഇനി ഒരുപക്ഷെ കേരളം KK ശൈലജയുടെ ദുർഗാവതാരം കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.